1500 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കുകളാണിത്. പരിശുദ്ധമായ പ്രവാചകൻ ജനിച്ച സൗദി അറേബ്യയുടെ നടന്ന ഒരു സംഭവമാണിത്. 100% അള്ളാഹുവിനെയും പരിശുദ്ധ പ്രവാചകനെയും അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുസൽമാനായ ഒരു വ്യക്തി സ്വന്തം വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ അബദ്ധവശാൽ ഒരു കുട്ടി മുന്നോട്ട് പാസ് ചെയ്തുകൊണ്ട് ആ കാറ് തട്ടിക്കൊണ്ട് ആ കുട്ടി വീഴുകയാണ്. ഉടനെ ആ മുസൽമാനായ അറബി കാറിന്റെ ഡോറ് തുറന്നുകൊണ്ട് പുറത്തേക്ക് ഓടി വന്നുകൊണ്ട് ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സമാധാനിപ്പിക്കുന്നു. വേറെ ആരെങ്കിലും ആണെങ്കിൽ ആ കുട്ടിയെ തെറി പറഞ്ഞുകൊണ്ട് വാഹനമെടുത്ത് പോയേനെ. എന്നാൽ 1500 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കുകളാണിത്. അല്ലയോ മുസ്ലിംകളെ, നിങ്ങൾ കാരണം ആരെങ്കിലും മരണപ്പെട്ടാൽ ആ മരണത്തിന് 100% നിങ്ങൾ തന്നെയായിരിക്കും ഉത്തരവാദി. മരണപ്പെട്ടവന്റെ ഉറ്റവർ നിനക്ക് മാപ്പ് തന്നാൽ മാത്രമേ നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളൂ. അല്ലെങ്കിൽ മരണശിക്ഷ നീ ഏറ്റുവാങ്ങേണ്ടതാണ്. നിന്റെ കാരണം കൊണ്ട് ആർക്കെങ്കിലും അപകടം സംഭവിച്ചാൽ ആ അപകടം പറ്റിയ വ്യക്തിൻ്റെ കൂടെ നിന്ന് ആ വ്യക്തിയെ പരിചരിക്കുക. അവസാനം അവൻ സുഖപ്പെട്ട് കഴിഞ്ഞ് എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് അവൻ പറഞ്ഞാൽ മാത്രമേ നീ മുസൽമാനാവുന്നുള്ളൂ. അതുവരെ നീ ചെയ്ത നിന്റെ സകല ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കുകയില്ല. തീർന്നില്ല, പ്രവാചകൻ പിന്നെയും പറയുകയാണ്, നീ കാരണം ആർക്കെങ്കിലും ശല്യമുണ്ടാവുകയാണെങ്കിൽ ആ ശല്യം ഏറ്റുവാങ്ങിയ വ്യക്തി നിന്നോട് പൊറുക്കുന്നതുവരെ നിന്റെ ഇബാദത്തുകളൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇപ്രകാരം പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങളോട് വളരെ ശക്തമായി പറയുന്നു. ഇതെല്ലാം അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നീ യഥാർത്ഥ ഒരു മുസൽമാൻ ആവുകയുള്ളൂ. അല്ലാത്ത പക്ഷം നീ മുസൽമാനല്ല. നിനക്ക് മുസൽമാന്റെ നാമമുണ്ടാവും, പക്ഷേ നീ യഥാർത്ഥ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന മുസൽമാൻ അല്ല. ഇതെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എന്നാൽ വിവരദോഷികളായ മുസ്ലിം വിരോധികളെ നിങ്ങൾ അറിയും. മുസ്ലിമിന്റെ പേര് വെച്ചുകൊണ്ട് ആരെങ്കിലും ഒരാളെയോ അല്ലെങ്കിൽ 100 പേരെയോ കൊന്നാൽ അവൻ മുസൽമാനല്ല. അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം മതത്തെ കുറ്റം പറയുന്ന നാറികളെ, സത്യമറിയാതെ പരിശുദ്ധമായ ഇസ്ലാം മതത്തെ കുറ്റം പറയുന്ന നാറികളെ നിങ്ങൾ പട്ടികളെ പോലെ കുരച്ചുകൊണ്ടേയിരിക്കും. ഇതൊന്നും ഇസ്ലാം മതത്തിന് ഒരു ചുക്കും സംഭവിക്കുകയില്ല. മറിച്ച് ഇസ്ലാം മതത്തിൽ പ്രതിദിനം ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇസ്ലാം മതത്തിലേക്ക് ചേക്കേറുന്നത്. ചുക്കും സംഭവിക്കുകയില്ല. മറിച്ച് ഇസ്ലാം മതത്തിൽ പ്രതിദിനം ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇസ്ലാം മതത്തിലേക്ക് ചേക്കേറുന്നത്. ചുക്കും സംഭവിക്കുകയില്ല. മറിച്ച് ഇസ്ലാം മതത്തിൽ പ്രതിദിനം ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇസ്ലാം മതത്തിലേക്ക് ചേക്കേറുന്നത്.